പിമ്പിൾസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ ഫേസിലിപ്പം നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് ഉള്ളൊരു ഫേസാണ്. അപ്പം ഉണ്ടായിരുന്നു, അതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട്. ഇവിടെ അത്രയും പാട് കുരുക്കൾ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നുണ്ട്, ഇവിടെയുണ്ട്, ഒന്ന് രണ്ട്, ഇവിടെ കണ്ണൂടായിരിക്കാനായിട്ട് 2 കുരുക്കളുണ്ട്. ഈ സൈഡിലുണ്ട്, പിന്നെ അതേ ഇവിടെ. അപ്പോൾ ഏകദേശം എൻ്റെ വീഡിയോസൊക്കെ പഴയതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും പിമ്പിൾസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇതേപോലെ ഒരു പിമ്പിൾസിൻ്റെ നിറയെ ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്ത കുറേ റെമഡീസാണ് മാക്സിമം പറയുന്നത്. ഇപ്പോൾ ഒരു 10th ലെവൽ തൊട്ട് തന്നെ ഞാൻ ഏകദേശം മിക്കതും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മുടെ ഹോം റെമഡീസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. തുളസിയില, ആര്യവേപ്പില, മഞ്ഞൾ, പിന്നെ ജീരകം പൊടിച്ചത് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ജീരകത്തിലോട്ട് പോയി ജീരകമൊക്കെ ചെയ്ത് നോക്കി, വലിയ മാറ്റം കാര്യമൊന്നും വന്നില്ല. പിന്നെ അതിനുശേഷം വാഴയില അരച്ചിട്ട് അവ മാറ്റം വരും. ഓറഞ്ച്, ക്യാരറ്റിനെ നമ്മൾ ഓയിലിലാക്കി മുഖത്ത് അപ്ലൈ ചെയ്താൽ ഭയങ്കര വിളക്കും മുഖക്കുരുക മാറും എന്നൊക്കെ തേപ്പിലെല്ലാം നമ്മുടെ യൂട്യൂബിൽ തന്നെയാണ് എല്ലാം മിക്കതും നോക്കി കോംപ്രമൈസ് ആയിട്ട് നോക്കിയത്. അങ്ങനെ അത് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അടുത്ത് യൂസ് ചെയ്ത സാധനമാണ് നമ്മുടെ തക്കാളി, അരിപ്പൊടി, പയറുപൊടി, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ വീട്ടിലെ സംഗതികൾ മാക്സിമം എല്ലാം ഫ്ലോപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിലോട്ട് കിടക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ 10th പഠിക്കുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യ എന്ന് പറഞ്ഞിട്ടൊരു ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സൗന്ദര്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആയുർവേദിക് ഒരു ക്രീമാണ് സൗന്ദര്യ. അന്നത്തെ ഒരു കൂടിയ ബോട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുപ്പിപ്പാത്രത്തിലൊക്കെയാണ് വരുന്നത് കേട്ടോ ഈ സംഗതി. നല്ല പൈസയായിരുന്നു, നല്ല കുപ്പിയായിരുന്നു. അത് കഴുകി അവസാനം എന്തൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് എടുത്തു, പക്ഷേ മുപ്പിന് മാത്രം പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ ക്രീംസിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ഉള്ള എല്ലാ ക്രീം അന്ന് ഫെയർ ലവ്ലി ആയിരുന്നു ഏറ്റവും വില കുറേ കിട്ടിക്കൊണ്ടത്. അപ്പോൾ ഫെയർ ലവ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി. ആയുർവേദത്തിൻ്റെ ഫെയർ ലവ്ലി യൂസ് ചെയ്തു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇടുമ്പോൾ നല്ല ഗ്ലോ കാണും, ഒരു അതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പോൺസ് ഇറങ്ങി. പോൺസിൻ്റെ ഒരു കോൾഡ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിൽ 10 രൂപയുടെ കിട്ടുമായിരുന്നു, അതായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഗാനിയർ സ്റ്റാർട്ട് ചെയ്തു. ഗാനിയറിലൊന്നും തോന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒല ഇറങ്ങി. ഒലയുടെ കാണുന്നില്ല, ഭംഗിയാണ്. മേക്കപ്പൊക്കെ ഇട്ട് പോലെ അന്നത്തെ കാലത്ത് തോന്നുന്നു. അപ്പം ഒല നോക്കി, ഒലയിലൊന്നും വന്നില്ല. അങ്ങനെ ഒലയും നിർത്തി. അങ്ങനെ ഈ കഴിഞ്ഞിട്ടാണ് വീട്ടുകാർക്ക് തന്നെ തോന്നി, വീട്ടിൽ ചെന്ന് ഇതായി കൊണ്ടുവന്നപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കാണിച്ചപ്പോഴത്തേക്കും ഇതിലെല്ലാം ഒന്നും നടന്നില്ലല്ലോ. അതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിലോട്ട് കാണിച്ച് ഡോക്ടർ മരുന്ന് തന്നു, ഗുളിക തന്നു, പിമ്പിൾസിനിടാൻ വേണ്ടിയിട്ട് ജെല്ല് അത് ഇതൊക്കെ തന്നു. കുറച്ച് ദിവസം കഴിയുമ്പം ഇത് തനിയെ വീണ്ടും വരാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ ഓയിൽമെൻറ്റ് എന്തൊക്കെ യൂസ് ചെയ്തു, കുറേ ഓയിൽമെൻറ്റ് യൂസ് ചെയ്തു. അതിലൊന്നും മാറ്റം വരാനായിട്ട് തുടങ്ങിയില്ല. പിന്നെ അതിനുശേഷം ഒരു ആയുർവേദം ഞാൻ പഠിച്ചു. ആയുർവേദത്തിൽ കൊണ്ട് ആയുർവേദത്തിൽ കാണിക്കാൻ പോയിട്ട് അവർ നൽപ്പാമരാതി ചൂർണ്ണം, നൽപ്പാമരാതിയുടെ എണ്ണ, ഏലാതിയുടെ ഓയിൽ, ഏലാതിയുടെ എണ്ണ, പിന്നെ മഞ്ചിഷ്ട, ഇതൊക്കെ അങ്ങനെ കുറേയുള്ള കുറച്ച് പൊടി കാര്യങ്ങൾ ഉള്ളി കഴിക്കാനായിട്ട് ഇതൊക്കെ തന്നു. അപ്പോൾ എന്നുവെച്ചാൽ വയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, നമ്മുടെ താരൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താരനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ താരൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. എന്നിട്ടും വലിയ മാറ്റമൊന്നും വന്നില്ല. പിമ്പിൾസ് ഇങ്ങനെ കുറയും കൂടുമ്പോൾ ഇതേപോലത്തെ ഒരവസ്ഥ. സ്കിന്നെ ഭയങ്കര ഡള്ളായി തുടങ്ങി. ഇച്ചിരി നിറം ഉണ്ടായിരുന്ന സ്കിന്നിൻ്റെ നിറമൊക്കെ അങ്ങ് മാറി തുടങ്ങി. ഇങ്ങനെയൊക്കെ ആയി. ഇപ്പം ഞാൻ ലാസ്റ്റ് വന്നിട്ട് ഒരു സംഗതി കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ആ സംഗതിയിലോട്ട് പോവുകയാണ്. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞതാണ് നമ്മുടെ പോൺസിൻ്റെ. ഇത് പണ്ടൊക്കെ യൂസ് ചെയ്ത് വീണ്ടും വാങ്ങിച്ച് യൂസ് ചെയ്ത് 99 രൂപ മെച്ചം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുവാണ്, ഇത് ഏലാദിയുടെ ക്രീം. ഏലാദി മേടിച്ചു, ഏലാദിയുടെ ഓയിൽ മേടിച്ചു, അപ്പോൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ ഡോവിൻ്റെ ഒരു ബ്യൂട്ടി ക്രീം. അത് മേടിച്ചു, അത് യൂസ് ചെയ്തു, അത് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലമ്മിലോട്ട് കിടക്കുന്നത്. എൻ്റെ പൊന്നോ, നല്ല പൈസ പോകാൻ ബെസ്റ്റ് സാധനമാണ്. പക്ഷേ കൊള്ളാം, എനിക്കിത് ഇത്ര കൊള്ളത്തില്ലായിരുന്നു. 440 രൂപ പോയത് മാത്രം വെച്ചും. ഇതിൻ്റെ ഒരു ടോണറാണ്, നമ്മുടെ എന്തുവാ പറയുന്നത്, അരിയുടെ വെള്ളത്തിൻ്റെതാണെന്ന് അത് പറയുക, റൈസ് വാട്ടറിൻ്റെയാണ്. ഈ സാധനത്തിൻ്റെ കൂടെ തന്നെ ഇനി സോപ്പ് യൂസ് ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ഫേസ് വാഷും കൂടി ഇതേ മേടിച്ചിട്ടുണ്ട്. നിയാസിമിൻ്റെ ഫേസ് വാഷ്. ഇത് വന്നിട്ട് 98 രൂപ എന്തോ ആയിരുന്നു. അങ്ങനെ അതും തേച്ചു. തീർന്നു, അതൊക്കെ തീർത്തു, എല്ലാം തീർത്തു. മുഖത്തിന് വേണ്ടി ഇനി തീർക്കാനൊന്നും ബാക്കിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് ഏതോ ഒരു മുടിയാണ് ഓർമ്മട്ട്. ഇത് വന്നിട്ട് മുടിയുടെ കാര്യം, ഇത് വന്നിട്ട് നമ്മുടെ അന്നെന്തോ ചീപ്പായിട്ട് കിട്ടുന്ന കുറേ ഇതുണ്ടല്ലോ,
കുറച്ച് സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഫ്രീ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെ അതിൽ നിന്നൊക്കെ കുറച്ച് ഡ്രമ്മക്കോ എന്തൊക്കെ മേടിച്ചതാണ്. അങ്ങനെ അതും യൂസ് ചെയ്തൊന്നും ആയില്ല. അങ്ങനെ എല്ലാത്തിൻ്റെ ഒടുവിലാണ് ലാസ്റ്റ് ഞാൻ വന്നിട്ട് ഈ കാണുന്ന നമ്മുടെ പ്ലമ്മിൻ്റെ സാലിസിക് ആസിഡിൻ്റെ സംഗതി മേടിച്ചത്. നല്ല പൈസയാണ്, 325 രൂപയാണ്. ഫ്ലിപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബോത്തീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ നല്ല പൈസയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ ഒരു 2 പഫ് അടിച്ച് മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇട്ടിരിക്കും. പെട്ടെന്നൊന്നും കഴുകി കളയില്ല, പണം കൊടുത്ത് പെട്ടെന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനം. ഒരു 5 മിനിറ്റൊക്കെ ഇട്ടിരിക്കാം കേട്ടോ. അധികം നേരം ഇട്ടിരുന്നൊക്കെ പറയും ഞാൻ, പക്ഷേ 2 മിനിറ്റ് കുറച്ച് സമയമൊക്കെ ഇട്ടിട്ട് ഇത് നൈറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം റെമഡീസ് കുറേ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴാണ് ഈ സാധനം ഇത് പൊടിക്കും, എടുക്കും, തീർക്കും. നമ്മുടെ ഇതാണ് ഓൾസാണ്. ഓൾസിൻ്റെ ഏത് ഓൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നിന് ബെസ്റ്റാണ്. എനിക്ക് ഓയിലി സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാർക്ക് എനിക്ക് അറിയത്തില്ല. ഓയിലി സ്കിന്നിന് ബെസ്റ്റാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർ നോക്കാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. എൻ്റെ ഓയിലി സ്കിന്നുകാരുള്ള പ്രോബ്ലത്തിനാണ് പറയുന്നത്. ഇത് കുഴച്ച് ഞാൻ ഉച്ചയ്ക്ക് ഒന്നിടും. അപ്പം ഇത് മോർണിംഗ് ചെയ്യും, ഇത് ഉച്ചയ്ക്ക് ഇടും. ഓക്കെ, ഇതാണ് എൻ്റെ റൊട്ടീൻ ഇപ്പോൾ അടുത്ത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊണ്ട് കാണിച്ചതാണ് നമ്മുടെ ഹോമിയോപ്പതിയിലെ മെഡിസിനാണിത്. സൗന്ദര്യ എന്ന് പറയുന്ന ഒരു ഇതാണ്. 115 രൂപയേ ഉള്ളൂ. കൊടുപ്പുണ്ട് കേട്ടോ, സോനി പറ്റണല്ലോ. 115 രൂപയേ ഉള്ളൂ. എനിക്ക് ഹോമിയോയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ തന്ന മെഡിസിനാണ്. അപ്പോൾ താരന് വേണ്ടിയിട്ട് ഗുളിക തന്നു, വേറെ ഇതിന് വേണ്ടിയിട്ടൊക്കെ മെഡിസിൻ തന്നു. മെഡിസിനൊക്കെ തീർന്നു. പക്ഷേ ഞാൻ ഇത് 3ഉം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താണ് ഇപ്പോൾ കാണുന്ന ഒരു ഫേസിലോട്ട് ഞാൻ ഏകദേശം എത്തിയിട്ടുള്ളത്. അപ്പം ഇത് നൈറ്റ് ഇട്ട് ഞാൻ കിടക്കും. ചില ദിവസങ്ങളിൽ നൈറ്റ് മാത്രം ഇട്ട് കുറച്ച് കഴിയുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പം ഇതിൽ നമ്മുടെ പിമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ മാക്സിമം ഈ 3 സംഗതിയിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പം കല്യാണ ടൈമിലൊക്കെ വന്നിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ എന്തിനാണ് മെൾട്ടാണിങ് വെട്ടിയൊക്കെ ഇട്ട് 2 ദിവസം വെളുക്കുമെന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്ത സാധനമാണ്. 3-ാമത്തെ ദിവസം ബ്യൂട്ടീഷ്യൻ പോയപ്പോൾ തന്നെ അതുപോലെ തന്നെ നിറയെ അന്വേഷിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി കുറച്ച് കുരുക്കളും കൂടെ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ നിവ്യയുടെ ഒരു സാധനമാണ് കേട്ടോ, ബോഡി ലോഷനാണ്. ഈ ദോഷത്തെ സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ വില 330 രൂപയാണ്. ഞാനത് രാമേന്ദ്രനെ കുറച്ച് വിലക്കുറവിൽ മേടിച്ചത്. 2 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അത് ഏകദേശം തീർന്നത് ഇച്ചിരി ഉണ്ട്, ഒലുങ്ങുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കയ്യിലും കാലും ടാൻ മാറാനായിട്ട് ബെസ്റ്റ് സാധനമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം തൊട്ട് അന്വേഷിച്ച് വന്നോളും ടാൻ. ഓക്കെ, കഴിവതും ഇറങ്ങുമ്പോഴത്തേക്കും സൂക്ഷിച്ചിറങ്ങി അതുപോലെ കോട്ടൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതെന്താ മൂല ഇരിക്കുന്നത്? അയ്യോ, സീറ്റാഫില്ലാണ് കേട്ടോ. നല്ലതാണെന്നും പറഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ സീറ്റാഫില്ലിൻ്റെ ഒരു ഫേസ് വാഷ് തന്നു, അതിൻ്റെ കൂടെ ഒരു ലോഷൻ തന്നു. മൂലയിലിരിക്കുകയാണ്, വലിയ മാറ്റമൊന്നും വന്നില്ല. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് ഇത്രയും ഇപ്പം ഞാൻ ഇങ്ങനെ എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഇതിൽ ഇനിയും ബാലൻസ് ഇരിപ്പുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതെല്ലാം എന്തിനാ വേസ്റ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് വെറുതെ കയ്യിലും കാലും ഇട്ട് അങ്ങ് മാറ്റി തീർക്കുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഈ 3 സംഗതി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് റിസൾട്ട് വന്ന സാധനമാണ്. ഇപ്പം ലാസ്റ്റ് ഞാനിപ്പോൾ ഇതിലാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം തുഴഞ്ഞ് തളർന്ന് കര പറ്റി ഇപ്പം കയറിയിരിക്കുന്ന ഇതിലാണ്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് റിസൾട്ട് കുറച്ച് വന്നതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ.